അസാധാരണമായ തർക്കമാണ് ഉണ്ടാവുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം ഔദ്യോഗികമായിട്ടില്ലെങ്കിൽ കൂടിയും അത് ഒരു അവകാശവാദമാണ്. മുന്നണിയുടെ പരിഗണന വിഷയങ്ങളിൽ പെടുന്ന കാര്യം കൂടിയാണ്. അതാണ് ഒരു തർക്ക വിഷയമായി മാറുന്നതിന് കാരണം. വി അരുൺ ഉണ്ട് കൂടെ. അരുൺ, നിയമസഭാകക്ഷി യോഗം ചേരാൻ കഴിയുന്നില്ല എന്നത് ഒരു ചെറുതായ പ്രശ്നമല്ലല്ലോ. കാരണം ഇനി അങ്ങേക്കിട്ട് ബജറ്റ് വരുന്നുണ്ട്, മറ്റ് സഭാ നടപടികൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിയമസഭയിലെ അജണ്ടകൾ നിശ്ചയിക്കാനും മുന്നണിയുടെ തന്ത്രങ്ങളൊക്കെ കൂട്ടായി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. ഈ പ്രതിസന്ധിക്ക് എന്നത്തേക്ക് പരിഹാരമുണ്ടാവും? ഇതൊരു വലിയ തർക്കമായി മാറുമോ? ഇതിനകം തർക്കമായി മാറിക്കഴിഞ്ഞു. കാരണം സാധാരണഗതി തെരഞ്ഞെടുപ്പ് പിന്നാലെ ആദ്യ സമ്മേളനത്തിന് മുമ്പ് തന്നെ മുന്നണിയുടെ MLA-മാരുടെ, അതായത് നിയമസഭാ യോഗം ചേരാറുണ്ട്. പക്ഷെ ഇത്തവണ അത് ചേർന്നില്ല. വോട്ടെടുപ്പ്, നിയമസഭയിലെ സ്പീക്കറിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും രണ്ടു പാർട്ടികളും വെവ്വേറെയാണ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. പുതിയ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. സാധാരണ മുന്നണിയുടെ കക്ഷിയോഗം ചേർന്നാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണ വെവ്വേറെ നൽകി. തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. വീണ്ടും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗവുമായി. അപ്പോഴും ഇടതുമുന്നണിയുടെ കക്ഷിയോഗം ഇതുവരെ ചേർന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ചൊവ്വാഴ്ച നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കുകയാണ്. 3 ദിവസം അതുണ്ടാകും. അതിനുശേഷം ബജറ്റ് 19 വരുന്നു. ആ സമയത്തുമൊക്കെ മുന്നണി യോഗം ചേരാൻ നിയമസഭാ യോഗം ചേരാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയായി മുന്നണി നേതൃത്വം കാണുമെന്ന് ഉറപ്പാണ്. കാരണം ഇടതുമുന്നണി ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഒരു സാങ്കേതികമായി ഇല്ലാത്തൊരു പദവിയാണ്. ഇന്നലെ അത് ദിനവിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. സാങ്കേതികമായി ഇല്ല, പക്ഷെ അത് ശീലമാണ്, കീഴ്വഴക്കമാണ്. 2006 മുതൽ അത്തരത്തിലൊരു കീഴ്വഴക്കം കേരള നിയമസഭയിലുണ്ട്. ജി കാർത്തികേയനാണ് അന്ന് ആദ്യ ഉപനേതാവെന്നത്തെ സ്പീക്കർ വിശേഷിപ്പിച്ചത്, എം വിജയകുമാർ വിശേഷിപ്പിച്ചത്. പിന്നീട് 2006 സ്പീക്കർ വിശേഷിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് രണ്ട് മുന്നണികൾ മാറി മാറി വരുമ്പോഴും ഉപനേതാക്കൾ ഉണ്ടായിരുന്നു. 2011 വി എസ് അച്യുതാനന്ദനെ ഒറ്റയ്ക്ക് വിടേണ്ട, അച്യുതാനന്ദനെ എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് എടുക്കേണ്ട എന്ന ഒരു പാർട്ടി തീരുമാന ഭാഗമായാണ് ഉപനേതാവായി കോടിയേരി ബാലകൃഷ്ണനെ നിശ്ചയിച്ച് നൽകിയത്. അതിനുശേഷം UDF-ന്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടി, MK മുന്നൂറും ഒക്കെ അവർ അക്കാലത്തെ ഉപനേതാക്കളായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആ സ്ഥാനം വേണമെന്നാണ് CPI-യുടെ ആവശ്യം. 7 സീറ്റുകളാണ് CPI-ക്ക് ഉള്ളത്. അവർക്ക് അടുത്ത നിലപാട് തുടരുകയാണ്. CPM ഇത്തവണ വലിയ ക്ഷീണം നിയമസഭയിൽ അംഗങ്ങളുടെ കാര്യം സംഭവിച്ചതാണ്. ആ ഒരു അവസരം കൂടി മുതലെടുക്കുകയാണ് CPI എന്നാണ് CPM കരുതുന്നത്. CPI-ക്ക് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും CPM-ന്റെ അംഗബലം ഇത്രയും കുറഞ്ഞ ഒരു സാഹചര്യം നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. CPI മാറ്റി നിർത്തിയാൽ പിന്നീട് ഒരു ഘടകകക്ഷിക്ക് മാത്രമാണ്, ജനതാദളിന് മാത്രമാണ് ഒരു സീറ്റെങ്കിലും നിയമസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇന്നലെ CPM-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെ തെരഞ്ഞെടുത്തു. അതിനപ്പുറത്തേക്ക് ഉപനേതാവ് സ്ഥാനത്തിലേക്ക് ചർച്ചകൾ പോയില്ല. CPI-യുമായി തീരുമാനമാകാതെ, തർക്കത്തിൽ പരിഹാരമാകാതെ അത് വേണ്ട എന്നാണ് CPM-ന്റെ നിലപാട്. KN ബാലഗോപാലിനെയാണ് CPM ഉപനേതാവായി മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. K രാജന് വേണ്ടിയാണ് CPI ആ പദവി ആവശ്യപ്പെടുന്നത്. ഇടതു മുന്നണിയിലാണ് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത്. അത് അസാധാരണ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. ചൊവ്വാഴ്ച ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനുമുണ്ട്. ഇതിനിടയിൽ ഈ തർക്കമുണ്ടാകുന്നു എന്നതാണ്. പലപ്പോഴും നമുക്കറിയാം പ്രതിപക്ഷം. അരുൺ, ഒരു കാര്യം കൂടി, ഈ ബജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. നമുക്കറിയാം, നമുക്ക് പരിചിതമായ ഒരു കാര്യം, ബജറ്റിനെ അനുകൂലിക്കുകയാണെങ്കിലും പ്രതികൂലിക്കുകയാണെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചു വന്നിരുന്ന് മാധ്യമങ്ങളെ കാണുന്നതൊക്കെയാണ് പതിവ് ശീലം. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തെ എതിർത്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല. ഈ ആശയക്കുഴപ്പത്തിന്റെ ഒരു പ്രതിഫലനമാണോ അവിടെയും കണ്ടത്? KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ഓഫീസിലെത്തി ചർച്ച നടത്തിയത് ശേഷമാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലെത്തിയത്. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കൾ ഒരുമിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ എത്താറുള്ളത്. ഇതിന് പിണറായി വിജയൻ മാത്രമാണ് എത്തിയത്. പക്ഷേ ഈ ഒരു തർക്കവും K രാജനും ഒക്കെ അദ്ദേഹത്തെ അതിനു മുമ്പ് കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുമിച്ച് പോകേണ്ട നിലപാട് എടുത്തതാകാം. K രാജൻ വാർത്താസഭയിൽ തൊട്ട് പ്രതിപക്ഷ പിണറായി വിജയനെ നേരിൽ കണ്ടിരുന്നു. KN ബാലഗോപാലും അദ്ദേഹത്തിന്റെ മുറിയിലെത്തി ചർച്ച നടത്തി. പക്ഷേ അദ്ദേഹത്തിനൊപ്പം മറ്റ് കക്ഷി നേതാക്കൾ ആരും വന്നില്ല. ഇത് പറയുമ്പോൾ ആകെ CPI-ക്കും
ജനതാദൾ മാത്രമാണ് CPM കഴിഞ്ഞാൽ നിയമസഭയിൽ ഇടതുപക്ഷത്ത് അംഗബലമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കൾ വരേണ്ടതാണ്. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ മാത്രമാണ് അവിടെ എത്തിയത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ആ കാഴ്ചയ്ക്ക് കാര്യമായ മാറ്റം ഉണ്ടാകാനിടയില്ല. യെസ്, അതാണ് സാഹചര്യം. അരുൺ സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് CPI എടുക്കുന്നു. ഇടതു മുന്നണിയുടെ ഈ ദുർബലാവസ്ഥയിൽ ഒരു സമ്മർദ്ദതന്ത്രം കൂടിയാവാം CPI മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മുന്നണിയിലെ ധാരണ ഈ വിഷയത്തിൽ എന്ത് എന്നത് നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.